കേട്ടു കേട്ടു രസിക്കാം, കേൾക്കാം കേൾക്കാം കേൾക്കാം, കേട്ടു കേട്ടു പഠിക്കാം. പാട്ടുണ്ട്, താളമുണ്ട്, ഈണമുണ്ട്, മേളമുണ്ട്, അറിവുണ്ട്, ന്യൂസുണ്ട്, കഥയുണ്ട്, ചോദ്യമുണ്ട്, ചിരിയുണ്ട്, കളിയുണ്ട്, കളിച്ചിരി മേളമുണ്ട്. കേൾക്കാം കേൾക്കാം, കേട്ടു കേട്ടു പഠിക്കാം. This is Namaste Chakkuballam. This is Namaste Chakkuballam. This is Namaste Chakkuballam. This is Namaste Chakkuballam. കേൾക്കാം കേൾക്കാം കേൾക്കാം, കേട്ടു കേട്ടു പഠിക്കാം. കേൾക്കാം കേൾക്കാം കേൾക്കാം, കേട്ടു കേട്ടു പഠിക്കാം. This is Namaste Chakkuballam. This is Namaste Chakkuballam. Welcome another fantastic episode of your school radio Namaste Chakkuballam. കേൾക്കാം കേൾക്കാം കേട്ട് കേട്ട് രസിക്കാം, കേൾക്കാം കേൾക്കാം കേട്ട് കേട്ട് പഠിക്കാം. ഇത് നിങ്ങളുടെ RJ ഇന്ദു. ഞാൻ നിങ്ങളുടെ RJ നന്ദു. എല്ലാവരും സ്വപ്നങ്ങൾ കാണും. ചുരുക്കം ചിലർ ഒരേ സ്വപ്നം വീണ്ടും വീണ്ടും കാണും, എന്നിട്ട് ലോകത്തിന് കാട്ടിക്കൊടുക്കും. മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിന്റെ വാക്കുകൾ. വർക്ക് ഹാർഡ് ഇൻ സൈലൻസ്, ലെറ്റ് യുവർ സക്സസ് ബി യുവർ നോയ്സ്. നമുക്കും സ്വപ്നം കാണാം, ആ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ പ്രയത്നിക്കാം. എന്നാൽ നമ്മുടെ പരിപാടി ആരംഭിച്ചാലോ ഇന്ദു? തീർച്ചയായും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നമസ്തേ ചക്കുപള്ളം. This is Namaste Chakkuballam. This is Namaste Chakkuballam. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ കൂട്ടുകാരെ? അല്ല, ഇന്ന് ചന്തുച്ചേട്ടൻ എന്തോ സ്പെഷ്യലായി അവതരിപ്പിക്കുന്നുണ്ടല്ലോ. എന്താണത് ചന്തുച്ചേട്ടാ? കൂട്ടില്ലേ കൂട്ടുകാരെ, അതിനു മുമ്പ് ഞാനൊരു പാട്ട് കേൾപ്പിക്കാം. ഏത് പാട്ടാണ്? ഒന്ന് വെയിറ്റ് ചെയ്യ്, ഇതാ പിടിച്ചോ ഇന്നത്തെ പാട്ട്. ജ്വാലാമുഖി കത്തുന്നൊരു നെഞ്ചിൽ പടരാം, ഒരു താരാഗണമാകാശം ചിന്നിച്ചിറരാം, യോദ്ധാക്കളിലായോധന വീര്യം പകരാം, രണമിതു മൃതിയുടെ രഥമുരുളാം. This is Namaste Chakkuballam. This is Namaste Chakkuballam. ഈ പാട്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇത് കേൾക്കുമ്പോൾ നമുക്ക് നമ്മുടെ രാജ്യം, ധീരജവാന്മാർ, യുദ്ധം ഇതെല്ലാം ഓർമ്മ വരുന്നു. ശരിയാ, ഒരു അഭിമാനം തോന്നുന്നു. ഞാൻ ഇന്ത്യൻ എന്ന അഭിമാനം. എങ്കിൽ ആ അഭിമാനം ഊട്ടിയുറപ്പിക്കാൻ തക്ക ഒരു ദിനത്തിന്റെ ഓർമ്മ പുതുക്കുകയാണെന്ന് കാർഗിൽ വിജയ് ദിവസ്. അതിനെപ്പറ്റി കൂടുതൽ പറഞ്ഞു തരാമോ ചന്തുച്ചേട്ടാ? ഇതും ഇന്നത്തെ ദിവസവുമായി ഒരു ബന്ധമുണ്ട്. യുദ്ധം എന്നും എവിടെയും നാശങ്ങളുടേതാണ്. ചില യുദ്ധങ്ങൾ സർവനാശത്തിൻ്റെതാവുമ്പോൾ മറ്റ് ചിലവ പ്രതീക്ഷയുടെ തുടിപ്പുകൾ അവശേഷിപ്പിക്കും. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ യുദ്ധങ്ങൾ തുടരുകയാണ്. ഇന്ത്യ അധികം യുദ്ധങ്ങളിൽ ഏർപ്പെടുന്ന രാജ്യമല്ല എന്ന് നമുക്കറിയാം. എന്നാൽ യുദ്ധങ്ങളിൽ ഏർപ്പെടാൻ ഇന്ത്യയും നിർബന്ധിതമായ ചില അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 1947, 48, 1965, 1971, 1999 വർഷങ്ങളിൽ പാകിസ്ഥാനുമായും 1962, 67 വർഷങ്ങളിൽ ചൈനയുമായും ഇന്ത്യ യുദ്ധത്തിൽ ഏർപ്പെടുകയുണ്ടായി. ഇതിൽ ചൈനയുമായുള്ള യുദ്ധങ്ങൾ പരാജയമാണ് സമ്മാനിച്ചത്. 1971 പാകിസ്ഥാനുമായുമുണ്ടായ യുദ്ധം ബംഗ്ലാദേശ് എന്ന പുതിയ രാജ്യത്തിന്റെ പിറവിയും ഇന്ത്യയുടെ മേൽവിലാസം അന്താരാഷ്ട്ര തലത്തിൽ അരക്കിട്ടുറപ്പിക്കുന്നതുമായി മാറി. എന്നാൽ നനച്ചിരിക്കാതിരുന്ന അവസരത്തിൽ 1999 പാകിസ്ഥാനിൽ നിന്നുണ്ടായ ആക്രമണം ഇന്ത്യയെ ഞെട്ടിച്ചുവെങ്കിലും ഇന്ത്യൻ സൈനികരുടെ നിശ്ചയദാർഢ്യത്തിനു മുമ്പിൽ പാകിസ്ഥാനും അവർ വളർത്തിയ തീവ്രവാദികളും തകർന്നടിയുന്ന കാഴ്ചയാണ് ലോകം കണ്ടത്. പാകിസ്ഥാനിൽ ജനാധിപത്യം തകർന്നടിഞ്ഞതും ഇന്ത്യൻ ജനാധിപത്യവും സമ്പദ് വ്യവസ്ഥയും ഉണർന്നെണീറ്റതും ഈ യുദ്ധത്തിന് ശേഷമാണെന്നും ശ്രദ്ധേയം. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന് ശേഷം രണ്ട് അയൽ രാജ്യങ്ങളുടെ സേനകളും നേരിട്ടുള്ള സായുധ സംഘടനകൾ ഉണ്ടാകുന്നത് പതിവായിരുന്നു, പ്രത്യേകിച്ചും കാശ്മീരിൽ. 1990കളിൽ കാശ്മീരിലെ വിഘടനവാദ പ്രവർത്തനങ്ങൾ മൂലം സംഘർഷങ്ങൾ വർദ്ധിച്ചു. 1998-99 ശൈത്യകാലത്ത് പാകിസ്ഥാൻ സായുധ സേനയുടെ ചില ഘടകങ്ങൾ രഹസ്യമായി പരിശീലനം നൽകിയ പാകിസ്ഥാൻ സൈനികരെയും അർദ്ധസൈനിക വിഭാഗങ്ങളെയും നിയന്ത്രണ രേഖയുടെ ഇന്ത്യൻ ഭാഗത്തേക്ക് അയച്ചു. നുഴഞ്ഞുകയറ്റത്തിന് ഓപ്പറേഷൻ ബദ്രി എന്ന കോഡ് ഉണ്ടായിരുന്നു. പാകിസ്ഥാൻ കടന്നുകയറ്റത്തിന്റെ ലക്ഷ്യം കാശ്മീരും ലഡാക്കും തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കുകയും ഇന്ത്യൻ സേന സിയാച്ചിൻ ഹിമാനികളിൽ നിന്ന് പിന്മാറാൻ ഇടയാക്കുകയും ചെയ്യുക എന്നതായിരുന്നു. മേഖലയിലെ ഏത് പിരിമുറുക്കവും കാശ്മീർ പ്രശ്നത്തെ അന്താരാഷ്ട്രവൽക്കരിക്കുമെന്നും ഇത് വേഗത്തിൽ പരിഹാരം കാണാൻ സഹായിക്കുമെന്നും പാകിസ്ഥാൻ വിശ്വസിച്ചു. തുടക്കത്തിൽ നുഴഞ്ഞുകയറ്റത്തിന്റെ സ്വഭാവത്തെക്കുറിച്ചോ വ്യാപ്തിയെക്കുറിച്ചോ കാര്യമായ അറിവില്ലാത്തതിനാൽ പ്രദേശത്തെ ഇന്ത്യൻ സൈനികർ നുഴഞ്ഞുകയറ്റക്കാർ ജിഹാദികളാണെന്ന് കരുതി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അവരെ കുടിയൊഴിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചു.
നിയന്ത്രണ രേഖയിലും മറ്റിടങ്ങളിലും നുഴഞ്ഞുകയറ്റം കണ്ടെത്തിയതും നുഴഞ്ഞുകയറ്റക്കാർ പ്രയോഗിച്ച തന്ത്രങ്ങളിലെ വ്യത്യാസവും ആക്രമണ പദ്ധതി വളരെ വലിയ തോതിലാണെന്ന് ഇന്ത്യൻ സൈന്യത്തിന് മനസ്സിലായി. 2 ലക്ഷം ഇന്ത്യൻ സൈനികരെ അണിനിരത്തി ഇന്ത്യ ഗവൺമെന്റ് പ്രതികരിച്ചു. പാകിസ്ഥാൻ ഭാഗത്തെ നിരവധി പേരുടെ മരണത്തിന് കാരണമായ യുദ്ധത്തിൽ ഇന്ത്യൻ സായുധ സേനയിലെ 527 സൈനികർക്കും ജീവൻ നഷ്ടപ്പെട്ടു. 1999 ജൂലൈ 26 യുദ്ധം ഔദ്യോഗികമായി അവസാനിച്ചു. കാർഗിൽ യുദ്ധവീരന്മാരുടെ ബഹുമാനാർത്ഥം എല്ലാ വർഷവും ജൂലൈ 26 കാർഗിൽ വിജയ് ദിവസ് ആഘോഷിക്കുന്നത്. ഈ അവസരത്തിൽ മാതൃഭൂമിയുടെ തരിമ്പും നഷ്ടപ്പെടുത്തുകയില്ല എന്ന ദൃഢനിശ്ചയത്തിൽ വീരരക്തസാക്ഷികളായ സൈനികരെയും മറ്റ് സൈനികരെയും നമുക്ക് ആദരവോടെ ഓർമ്മിക്കാം. ജയ് ഹിന്ദ്. നമസ്തേ ചകുബല്ലം. ദിസ് ഈസ് നമസ്തേ ചകുബല്ലം. നിങ്ങൾക്ക് മനസ്സിലായോ കൂട്ടുകാരെ കാർഗിൽ വിജയ് ദിവസിനെ പറ്റി? നമുക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ് കാർഗിൽ വിജയ് ദിവസിൽ സംഭവിച്ചത്. എന്നാൽ യുദ്ധം എപ്പോഴും നഷ്ടങ്ങളാണ് ഉണ്ടാക്കുന്നത്, അല്ലേ ചന്തുചേട്ടാ? റഷ്യ യുക്രൈൻ യുദ്ധം, പാലസ്തീൻ ഇസ്രയേൽ യുദ്ധം തുടങ്ങി നിരവധി യുദ്ധവാർത്തകൾ നാം പത്രത്തിലൂടെയും ടിവിയിലൂടെയും അറിയാറില്ലേ? എത്രയെത്ര നാശനഷ്ടങ്ങളാണ് ഓരോ യുദ്ധവും ലോകത്തിന് നൽകുന്നത്. തകർന്നു വീണ കെട്ടിടങ്ങൾ, ജീവൻ നഷ്ടപ്പെട്ടവർ, അവയവങ്ങൾ നഷ്ടപ്പെട്ടവർ, ഉറ്റവരെയും ഉടയവരെയും നഷ്ടമായവർ, ഇങ്ങനെ എത്രയെത്ര ചിത്രങ്ങളായാണ് യുദ്ധം നമുക്ക് മുമ്പിൽ വരച്ചിടുന്നത്. ഇനിയെങ്കിലും യുദ്ധമില്ലാതെ സമാധാനം നിറഞ്ഞ ഒരു ലോകം നമുക്ക് മുമ്പിൽ ഉണ്ടാവാൻ നമുക്ക് പ്രത്യാശിക്കാം, അല്ലേ കൂട്ടുകാരെ? യുദ്ധം ഇല്ലാതാവട്ടെ, ലോക സമാധാനം പുലരട്ടെ. നമസ്തേ ചകുബല്ലം. ദിസ് ഈസ് നമസ്തേ ചകുബല്ലം. വീണപൂവേ കുമാരനാശാന്റെ വീണപൂവേ. എന്താ എന്തോ ഒരു പാട്ടൊക്കെ നീ പാടി കുളമാക്കേണ്ട. വീണപൂവ് അവതരിപ്പിക്കാൻ നമ്മുടെ ദേവനന്ദ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പാടണ്ട അല്ലേ? സ്നേഹഗായകൻ എന്നറിയപ്പെടുന്ന മഹാകാവ്യം എഴുതാതെ മഹാകവിയായ കുമാരനാശാന്റെ വീണപൂവിലെ ചില വരികൾ ദേവനന്ദ നമുക്കായി അവതരിപ്പിക്കുന്നു. കൂട്ടുകാരെ, നമുക്ക് കേട്ടാലോ? ഹാ പുഷ്പമേ അധിക തുംഗപദത്തിലെത്ര ശോഭിച്ചിരുന്നിതൊരു രാജ്ഞി കണക്കയേ ശ്രീഭൂവിലസ്ഥിര അസംശയമിന്നു നിന്റെ ആഭൂതിയങ്ങു പുനരിങ്ങു കിടപ്പിതോർത്താൽ ലാളിച്ചു പെറ്റലതയൻപൊടു ശൈശവത്തിൽ പാലിച്ചു പല്ലവപുടങ്ങളിൽ വെച്ചു നിന്നെ ആലോലവായു ചെറുതൊട്ടിലുമാട്ടി താരാട്ടാലാപമാർന്നു മലരെ ദലമർമരങ്ങൾ ആരുമലാമഴകക്ഷുദ്ധി മൃദുത്വമാഭ താരല്യമെന്ന സുകുമാരകുടത്തിനെല്ലാം പാരിങ്കലേതുപമ ആ മൃദുമേൽ നവ്യതാരുണ്യമേന്തിയൊരു നിന്നില കാണണം താൻ. വൈരാഗ്യമേറിയൊരു വൈദികനാട്ടെ ഏറ്റ വൈരിക്കു മുൻപുഴറിയോടിയ ഭീരുവാട്ടെ നേരെ വിടർന്നു വിലസിടിന നിന്നെ നോക്കെ ആരാകിലെന്ത് മിഴിയുള്ളവർ നിന്നിരിക്കാം. ഹാ പാപമൂമൽ മലരെ ബത നിന്റെ മേലും ക്ഷേപിച്ചിതെ കരുണയറ്റ കരം കൃതാന്തൻ വ്യാപാരമേ ഹനനമാ വനവേടനുണ്ടോ വ്യാപന്നമായി കഴുകനെന്നു കബോധമെന്നും ആഹാരിച്ചു ചെറുലൂതകലാശു നിന്റെ ദേഹത്തിനേകി ചരമാവരണം ദുകൂലം സ്നേഹാദ്രയായുടനുഷസ്സു മണിഞ്ഞു നിന്മേൽ നീഹാര ശീകര മനോഹര അന്ത്യഹാരം. നമസ്തേ ചകുബല്ലം. ദിസ് ഈസ് നമസ്തേ ചകുബല്ലം. അടിപൊളി. ഇനി എന്താ പരിപാടി ഇന്ദു? സൂപ്പർ ദേവനന്ദ. താളം ഇടക്കും കയറോടും. ഉത്തരം എന്താ നന്ദു? സംശയം എന്താ? മത്തങ്ങ. ഇത് വളരെ സിമ്പിൾ അല്ലേ?
ഞാൻ ഒരു കടങ്കഥ ചോദിക്കട്ടെ, ഉത്തരം പറയാമോ? പോരട്ടെ എന്റെ കടങ്കഥ. തളിർത്തുലഞ്ഞു നിന്നിടും തരുക്കൾ തന്റെ ശാഖയിൽ കൊളുത്തി നീണ്ട നൂലു രശ്മി പോലെ 4 ഭാവം കുളത്തിനുള്ളു കാണുമർക്ക ബിംബമൊത്തു കാറ്റിലീ വെളുത്ത കണ്ണി വെച്ചരും വിചിത്ര രൂപനാരിവൻ. ഇത് കുമാരനാശാന്റെ പുഷ്പവാടി എന്ന കവിതയിലെ വരികളാണ്. ആരാണ് വിചിത്ര രൂപൻ? കുഴപ്പിക്കുന്ന ചോദ്യമാണല്ലോ, ഒരു ക്ലൂ തരാമോ? മരത്തിന്റെ കൊമ്പിലാണ് ഈ വിചിത്ര രൂപമുള്ളത്. സൂര്യരശ്മി പോലെ നൂലുകൾ 4 ഭാഗത്തുമുണ്ട്. പറയാമോ? ഒരെത്തും പിടിയും കിട്ടുന്നില്ലല്ലോ. മിസ്റ്റ് ക്ലൂ. ഇനി പിന്നെ തരാം. ഇപ്പോൾ നമ്മുടെ ജവാന ഒരു അടിപൊളി നാടോടിക്കഥ അവതരിപ്പിക്കാൻ റെഡിയായി നിൽക്കുകയാണ്. അത് കേട്ടിട്ട് ബാക്കി ക്ലൂ തരാം. വെൽക്കം ജവാന. ഈശോയുടെയും പൂച്ചയുടെയും കഥ കേൾക്കാൻ ഞങ്ങളെല്ലാം കാതോർത്തിരിക്കുകയാണ്. തുടങ്ങിയാലോ? തീർച്ചയായും മിന്തു ചേച്ചി. ഈച്ചയുടെയും പൂച്ചയുടെയും കഥ. ഈച്ചയും പൂച്ചയും കഞ്ഞി വെച്ചു. ഈച്ച പ്ലാവിൽ പിറക്കാൻ പോയി. പൂച്ച കഞ്ഞി മുഴുവൻ കുടിച്ചു തീർത്തു. ഈച്ച വന്നപ്പോൾ കഞ്ഞി ഒന്നും കാണാനില്ല. അപ്പോ ഈച്ച ചോദിച്ചു, എന്തേ പൂച്ചയെ നീ കാട്ടിയേ? അതൊക്കെ പറയാം എന്റെ ഈച്ചേ. അതിനു മുമ്പ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിന്റെ പേരെന്താ? ഈച്ചക്കതിന്റെ പേരറിയോ? ഇല്ല, എനിക്കറിയില്ല കേട്ടോ. ഈച്ച പറഞ്ഞു, എന്നാ നീ ഒരു കാര്യം ചെയ്യ്, ആ പാടത്ത് മേണ പോത്തിനോട് പോയി ചോദിച്ചു നോക്ക്. പൂച്ച പറഞ്ഞു. ഉടനെ ഈച്ച പറന്നു ചെന്ന് പോത്തിനോട് ചോദിച്ചു, പോത്തേ പോത്തേ, എന്റെ പേരറിയാമോ നിനക്ക്? അപ്പോൾ പോത്ത് പറഞ്ഞു, എനിക്കറിയില്ല കേട്ടോ. ഒരു കാര്യം ചെയ്യ്, എന്നെ മേയ്ക്കണ ചെക്കനതാ ആ പാടപരമ്പത്തിൽ നിൽക്കുന്നു, അവനോട് ചോദിച്ചു നോക്ക്. ഈച്ച പറന്ന് ചെക്കൻ്റെ അടുത്തെത്തി. ചെക്കനോട് ചോദിച്ചു, പോത്തേ പോത്തേ, പോത്തിനെ മേയ്ക്കണ ചെക്ക ചെക്ക, എന്റെ പേരറിയാമോ നിനക്ക്? ഇത് കേട്ട പാടെ ചെക്കൻ പറഞ്ഞു, എനിക്കറിയില്ല കേട്ടോ. നീ എൻ്റെ കയ്യിലെ വടിയോട് ചോദിച്ചു നോക്ക്. പാവം ഈച്ച അത് പറന്ന് ചെക്കൻ്റെ കയ്യിലെ വടിയുടെ അരികിലെത്തി. വടിയോട് ഇങ്ങനെ ചോദിച്ചു, പോത്തേ പോത്തേ, പോത്തിനെ മേയ്ക്കണ ചെക്ക ചെക്ക, ചെക്കൻ്റെ കയ്യിലെ വടിയേ വടിയേ, എൻ്റെ പേരൊന്ന് പറഞ്ഞു തരാമോ? ഇത് കേട്ട വടി പറഞ്ഞു, എനിക്കറിയില്ല കേട്ടോ. നീ ഒരു കാര്യം ചെയ്യാം, എന്നെ വെട്ടിയ കുറ്റിയോട് ഒന്ന് ചോദിച്ചു നോക്ക്. ഈച്ച പറന്ന് കുറ്റിയുടെ അടുത്തെത്തി. കുറ്റിയോട് ഇങ്ങനെ ചോദിച്ചു, പോത്തേ പോത്തേ, പോത്തേനെ മേയ്ക്കണ ചെക്ക ചെക്ക, ചെക്കൻ്റെ കയ്യിലെ വടിയേ വടിയേ, വടി വെട്ടിയ കുറ്റിയേ കുറ്റിയേ, എൻ്റെ പേരൊന്ന് പറഞ്ഞു തരാമോ? ഇത് കേട്ട കുറ്റി പറഞ്ഞു, ആവേ എനിക്കറിയില്ല കേട്ടോ. നീ ചെന്ന് ഞാൻ നിൽക്കുന്ന മണ്ണിനോടൊന്ന് ചോദിച്ചു നോക്കൂ. ഈച്ച വേഗം മണ്ണിനടുത്തെത്തി. പോത്തേ പോത്തേ, പോത്തിനെ മേയ്ക്കണ ചെക്ക ചെക്ക, ചെക്കൻ്റെ കയ്യിലെ വടിയേ വടിയേ, വടി വെട്ടിയ കുറ്റിയേ കുറ്റിയേ, കുത്തി നിൽക്കുന്ന മണ്ണേ മണ്ണേ, എൻ്റെ പേരൊന്ന് പറയാമോ? അപ്പോൾ മണ്ണ് പറഞ്ഞു, ആ എനിക്കൊന്നും പറഞ്ഞുകൂടാ. നീ എൻ്റെ ഉള്ളിലെ വെള്ളത്തോട് ചോദിക്കൂ. ഈച്ച പാഞ്ഞ് വെള്ളത്തിനടുത്തെത്തി. വെള്ളത്തോട് ചോദിച്ചു, പോത്തേ പോത്തേ, പോത്തിനെ മേയ്ക്കണ ചെക്ക ചെക്ക, ചെക്കൻ്റെ കയ്യിലെ വടിയേ വടിയേ, വടി വെട്ടിയ കുറ്റിയേ കുറ്റിയേ, കുറ്റി നിൽക്കണ മണ്ണേ മണ്ണേ, മണ്ണിനുള്ളിലെ വെള്ളമേ വെള്ളമേ, എൻ്റെ പേരൊന്ന് പറയാമോ? വെള്ളം പറഞ്ഞു, ആ എനിക്കറിഞ്ഞുകൂടാ. നീ ഒരു കാര്യം ചെയ്യ്, ഇതിലെ ഒഴുകുന്ന തോണിയോടൊന്ന് ചോദിക്കൂ. ഈച്ചക്കുട്ടൻ പാറി പാറി തോണിക്കെടുത്തെത്തി. ഇങ്ങനെ ചോദിച്ചു, പോത്തേ പോത്തേ, പോത്തിനെ മേയ്ക്കണ ചെക്ക ചെക്ക, ചെക്കൻ്റെ കയ്യിലെ വടിയേ വടിയേ, വടി വെട്ടിയ കുറ്റിയേ കുറ്റിയേ, കുറ്റി നിൽക്കണ മണ്ണേ മണ്ണേ, മണ്ണിനുള്ളിലെ വെള്ളമേ വെള്ളമേ, വെള്ളത്തിലൂടെ ഒഴുകുന്ന തോണി തോണി, എൻ്റെ പേരൊന്ന് പറഞ്ഞു തരാമോ? ഇത് കേട്ട് തോണി പറഞ്ഞു, എനിക്കൊന്നും അറിയില്ല. നീ എന്നെ തുഴയുന്ന ചെക്കനോട് ചോദിക്കൂ. ഈച്ച പാവം പറന്നു ചെക്കൻ്റെ അടുത്തെത്തി. ചെക്കനോട് ചോദിച്ചു, പോത്തേ പോത്തേ, പോത്തിനെ മേയ്ക്കണ ചെക്ക ചെക്ക, ചെക്കൻ്റെ കയ്യിലെ വടിയേ വടിയേ, വടി വെട്ടിയ കുറ്റിയേ കുറ്റിയേ, കുറ്റി നിൽക്കുന്ന മണ്ണേ മണ്ണേ, മണ്ണിനടിയിലെ വെള്ളമേ വെള്ളമേ, വെള്ളത്തിലോട്ടൊഴുകുന്ന തോണിയേ തോണിയേ, തോണി തുഴയുന്ന ചെക്ക ചെക്ക, നീ എൻ്റെ പേരെന്താണെന്ന് പറയാമോ? ചെക്കൻ പറഞ്ഞു, എനിക്കറിയില്ല. നീ ഒരു കാര്യം ചെയ്യ്, എൻ്റെ സ്കൂളിൽ പഠിപ്പിക്കുന്ന മാഷ് അതാ നിൽക്കുന്നു, മാഷിനോട് ചോദിക്കൂ. ഈച്ച മാഷിനടുത്തെത്തി.
മാഷിനോട് ചോദിച്ചു, പോത്തേ പോത്തേ, പോത്തിന്റെ മേയ്ക്കുന്ന ചെക്ക ചെക്ക, ചെക്കന്റെ കയ്യിലെ വടിയേ വടിയേ, വടി വെട്ടിയ കുറ്റിയേ കുറ്റിയേ, കുറ്റി നിൽക്കുന്ന മണ്ണേ മണ്ണേ, മണ്ണിനുള്ളിലെ വെള്ളമേ വെള്ളമേ, വെള്ളത്തിലൂടെ ഒഴുകുന്ന തോണി തോണി, തോണി തുഴയുന്ന ചെക്ക ചെക്ക, ചെക്കനെ പഠിപ്പിച്ച മാഷേ മാഷേ, എൻ്റെ പേരൊന്ന് പറയാമോ? ഇത് കേട്ട് മാഷ് ഒന്ന് ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, നിന്റെ പേരെന്താണെന്നോ? ഈച്ച, പൊന്നീച്ച. ഈച്ചയ്ക്ക് സന്തോഷമായി. പൊന്നീച്ച. ഈച്ച സന്തോഷം കൊണ്ട് ചിരിക്കാൻ തുടങ്ങി. ചിരിച്ച് ചിരിച്ച് ഈച്ച ചത്തും പോയി. അതാണ് ഈച്ചയുടെയും പൂച്ചയുടെയും കഥ. ഇഷ്ടമായോ കൂട്ടുകാരെ? അടിപൊളി കഥയായിരുന്നു കേട്ടോ ജവാന. This is Namaste Chakaballam. This is Namaste Chakaballam. അതെ, ഇനിയെങ്കിലും കുളു പറഞ്ഞൂടെ നന്ദു? കുളത്തിന്റെ ഉള്ളിൽ കാണുന്ന സൂര്യന്റെ പ്രതിരൂപം പോലെ ഇരിക്കും. വെളുത്ത കണ്ണുകളുണ്ട്. പറയൂ പറയൂ, ആരാണ് വിചിത്ര രൂപൻ? ചിലന്തിയാണോ? നീ മിടുക്കിയാണല്ലോ ഇന്ദു, ഉത്തരം ശരിയാണ്. ഇനി എന്താ അടുത്ത പരിപാടി? നമുക്ക് സ്കൂൾ വാർത്തകൾ അവതരിപ്പിക്കേണ്ടേ? തീർച്ചയായും നന്ദു. ദേ കൂട്ടുകാരെ, നമുക്ക് കാതോർക്കാം സ്കൂൾ വാർത്തകൾക്കായി. അതിനായി നമുക്ക് ജസ ചേച്ചിയെ വിളിക്കാം. വെൽക്കം ജസ ചേച്ചി. സ്കൂൾ വാർത്തകൾ. ചക്കുപള്ളം ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിൽ സ്കൂൾ റേഡിയോ പ്രവർത്തനം ആരംഭിച്ചു. ദേശീയ പ്രക്ഷേപണ ദിനമായ ജൂലൈ 23-ന് ആദ്യത്തെ ബ്രോഡ്കാസ്റ്റിംഗ് വിജയകരമായി നടത്തുകയും കുട്ടികൾ ആവേശത്തോടെ സ്വീകരിക്കുകയും ചെയ്തു. ഈ വർഷത്തെ PTA എക്സിക്യൂട്ടീവിൻ്റെ ആദ്യ യോഗം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് ജൂലൈ 24-ാം തീയതി നടത്തപ്പെട്ടു. 10ാം ക്ലാസ് മിഡ് ടൈം പരീക്ഷകൾ 24-ാം തീയതി അവസാനിച്ചു. കുട്ടികളിൽ സമ്പാദ്യശീലം വളർത്തുന്നതിനായി സഞ്ജയിക എന്ന പേരിൽ അറിയപ്പെടുന്ന സ്റ്റുഡൻസ് സേവിംഗ് സ്കീം ചക്കുപള്ളം ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിൽ നടത്താൻ തീരുമാനിച്ചു. 2024-2025 അധ്യയന വർഷത്തിലെ 1ാം പാദവാർഷിക പരീക്ഷകൾ സെപ്റ്റംബർ 4-ാം തീയതി മുതൽ നടത്തപ്പെടുന്നു. വാർത്തകൾ കഴിഞ്ഞു. നന്ദി. This is Namaste Chakaballam. This is Namaste Chakaballam. ഇനി നമുക്ക് ബർത്ത്ഡേ ഹീറോസിനെ പരിചയപ്പെടേണ്ടേ? ആരൊക്കെയാണവർ? പ്രീ പ്രൈമറിയിൽ നിന്നും ഉത്ര ഉദയകുമാർ, 1ാം ക്ലാസ്സിൽ നിന്നും സ്റ്റെഫാനി രാജേഷ്. ഹാപ്പി ബർത്ത്ഡേ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമ്മൾ എത്ര പരിപാടികൾ കേട്ടു. എല്ലാം ഇഷ്ടമായ കൂട്ടുകാരെ? ഇനിയും നിങ്ങളെ കാത്ത് ഇതുപോലെ ധാരാളം പരിപാടികളുണ്ട്. അതിനായി കേൾക്കൂ കേട്ട് രസിക്കൂ, കേട്ടു പഠിക്കൂ. ദിസ് ഈസ് യുവർ റേഡിയോ ചാനൽ നമസ്തേ ചക്കപ്പള്ളം. ഞങ്ങൾ നിങ്ങളുടെ സ്വന്തം അർജേസ് ഇന്ദു ആൻഡ് നന്ദു. We are signing off from today's episode and stay tuned with another episode of Namaste Chakkuballam. Bye. കേൾക്കാം കേട്ടു രസിക്കാം. കേൾക്കാം കേട്ടു പഠിക്കാം. This is Namaste Chakaballam. This is Namaste Chakaballam. This is Namaste